ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് കാടുകയറി നശിക്കുന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പാർക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ അവഗണന മൂലം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ പച്ചായിൽ അമ്പലത്തിനു സമീപമാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജനകീയാസൂത്രണം 2022-23, 2023-24 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ 8 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 2 ലക്ഷവും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2025 നവംബർ മാസത്തിൽ പ്രദേശത്തെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ ആഘോഷത്തോടെയായിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ അതിനുശേഷം നാളിതുവരെ ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 2 ബെഞ്ചുകളും ഒരു സ്റ്റേജും മാത്രമാണ് നിലവിൽ ഈ പാർക്കിൽ ഉള്ളത്. തുടർ സംരക്ഷണമില്ലാത്തതിനാൽ ബെഞ്ചുകൾ പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. പാർക്കിൽ കാടുകയറിയതോടെ പ്രദേശം പാമ്പുകളടക്കമുള്ള ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. പാർക്കിന് തൊട്ടടുത്തു തന്നെ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിലെ രോഗികൾക്കും ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വയോജനങ്ങൾക്കായി നിർമ്മിച്ച ഒരു പൊതുസ്വത്ത് നോക്കുകുത്തിയായി നശിക്കുമ്പോഴും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആയാലും ശരി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും ശരി, ശ്രദ്ധയില്ലായ്മയും മാത്രമല്ല അനാഥമയോടെ തുറന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ തുറന്ന് ലഭിച്ചാൽ മതി. കിടക്കാനുള്ളിൽ മനുഷ്യനുകൾ കിടക്കുന്നേ ഇല്ല. ഇങ്ങനെയുള്ള ചില അനാവശ്യമായ വേണ്ട രീതിയിൽ ഒന്നുകിൽ പരിപാലിക്കപ്പെടാതെ പോകുന്ന ഇങ്ങനെ ഈ സാമ്പത്തികമായി അനാസ്ഥ കാട്ടുന്ന ഈ പഞ്ചായത്തിൻ്റെ അശ്രദ്ധ ഈ ജനങ്ങൾക്ക് വേണ്ടി കൂടെന്ന് പറയാം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. പക്ഷേ ഈ സ്ഥാപനം ഇങ്ങനെ നശിക്കുമ്പോൾ നമുക്ക് കാണുന്നതിന് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് കുടുംബത്തിന് 4 ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ 2 ആൾക്ക് കൊടുക്കാമെന്ന് പറയാം. 10 ലക്ഷം രൂപ വീടുണ്ടാക്കാൻ കൊടുക്കാൻ കഴിയും. പക്ഷെ അതൊന്നും ഇല്ലാതെ അനാവശ്യമായി ചിലവഴിച്ച് നടക്കുന്ന ഈ ഒരവസ്ഥ കാണാൻ വളരെ കഷ്ടമാണ്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ 4 ഭാഗം കൂടി നോക്കുമ്പോൾ കാണാൻ നമുക്ക് ഈ അടുത്തിരിക്കുന്നവർക്ക് പേടിക്കേണ്ടി. കാരണം വന്യ ഈ പറഞ്ഞ ഇഴജന്തുക്കൾ ഇതിനൊന്നും അങ്ങോട്ടേക്ക് പോകാനും കടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള പ്രതികരണം ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ ഇതിൽ പറയാനുള്ളത്. കാരണം ഒരു ശ്രദ്ധയുമില്ല. അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചു അങ്ങനെ പോകുന്നു, അങ്ങനെ കിടക്കുന്നു. അതേ അവസ്ഥ തന്നെ 4 പുറം കാട് പിടിച്ച് കിടക്കുന്ന വലിയൊരു അന്ധകാരത്തിൽ കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. അതിന് മാറ്റമുണ്ടാകണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ. ഗ്രാമപഞ്ചായത്തിനോടും അതുപോലെ തന്നെ ഈ ഭരണാധികാരികൾ പണം മുടക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം.